വിവിധ എക്സാമുകളിലെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ഏറ്റവും വിശദീകരണം ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് +2 ലെവലിൽ നിന്ന് തന്നെ സോഷ്യൽ സയൻസ് പഠിച്ചു തുടങ്ങാം. മിക്കവാറും എല്ലാ പരീക്ഷകളിലും വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ SCERT +2 സിലബസ് അനുസരിച്ചുള്ള പാഠപുസ്തകം ഉപയോഗിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അയ്യങ്കാളിയാണ് തന്നിട്ടുള്ളത്. അയ്യങ്കാളിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1863 മുതൽ 1914 വരെയാണ്. ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഏറ്റവും പഴയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. എന്നാൽ അയ്യങ്കാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിന്റെ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് പറയുന്നത് നമുക്ക് വായിച്ചു തുടങ്ങാം. ജാതി വ്യവസ്ഥയുടെ പഴക്കത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചതുർവർണ്ണ വിഭജനം നിലവിൽ വന്നത് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജാതി വ്യവസ്ഥ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലും ലക്ഷ്യത്തോടെയുമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ 3000 വർഷങ്ങളായി ഒരേ വ്യവസ്ഥ തുടർന്നു പോരുന്നുവെന്ന് ചിന്തിക്കുന്നത് അബദ്ധധാരണയാണ്. എന്നാൽ ഇതിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ചതുർവർണ്ണ വിഭജനം നിലവിൽ വന്നത് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അറിയാം. അപ്പം അങ്ങനെ ഒരു പോയിന്റ് ആണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. ചതുർവർണ്ണ വിഭജനം നിലനിന്നിട്ടുള്ളത് 3000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് അയ്യങ്കാളിയുടെ ബാക്കി വായിക്കാൻ പോകുന്നു. ആദ്യ കാലഘട്ടത്തിൽ BC 900-നും 500-നും ഇടയിലായി കണക്കാക്കപ്പെടുന്ന പൂർവ്വവേദകാലത്തിന്റെ അന്ത്യഘട്ടത്തിൽ ജാതി വ്യവസ്ഥ വർണ്ണ വ്യവസ്ഥയെ പോലെ തന്നെ 4 വലിയ വിഭാഗങ്ങളായിരുന്നു. അതായത് ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ 900-നും BC 900-നും 500-നും ഇടയിലെ ഈ പൂർവ്വവേദ കാലഘട്ടം, അതായത് വേദകാലഘട്ടമാണല്ലോ നമ്മളെ ഏറ്റവും ആദ്യ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ മുൻപ് ഉണ്ടായിരുന്ന കാലമാണ് പൂർവ്വവേദ കാലഘട്ടം. ആ ഘട്ടത്തില് അല്ലെങ്കിൽ അതിന്റെ അന്ത്യഘട്ടത്തില് ജാതി വ്യവസ്ഥ വർണ്ണവ്യവസ്ഥയെ പോലെ തന്നെ 4 വിഭാഗങ്ങളായിരുന്നു. ഈ വിഭജനം അത്ര വിപുലമോ ഇടുങ്ങിയതോ ആയിരുന്നില്ല. അവ ജന്മത്താൽ പുനർനിർണയിക്കപ്പെട്ടതുമായിരുന്നു. ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റവും സാധാരണമായിരുന്നു. അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വിഭജനമായിരുന്നില്ല 4 വിഭാഗങ്ങളും ഇടയിലുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ മാത്രമാണ് ജാതി ദൃഢമായ ഒരു സ്ഥാപനമായി തീർന്നത്. ദൃഢമായ ജാതി വ്യവസ്ഥ നിലവിൽ വന്നത് പിൽക്കാല വേദ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. ഇതിൽ ജാതിയുടെ എടുത്തു പറയപ്പെടുന്ന സവിശേഷതകൾ എന്ന് കാണിക്കുന്നത് ജനനമാണ് ജാതി തീരുമാനിക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് ഇതില് അയ്യങ്കാളിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ജനിച്ച അയ്യങ്കാളി താഴ്ന്നവരെന്ന് വിളിക്കപ്പെടുന്ന ജാതിക്കാരുടെയും ദളിതരുടെയും നേതാവായിരുന്നു. നമ്മൾ സാധാരണ അറിയുന്നതാണ്. ദളിതരുടെ നേതാവാണ് അയ്യങ്കാളി. ദളിതർക്ക് പൊതുനിരത്തിൽ നടക്കാനും ദളിത് കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകാനും കഴിഞ്ഞത് ഇദ്ദേഹത്തിന്റെ മഹാപരിശ്രമം വഴിയാണ്. നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ തന്നെ നമുക്ക് വായിച്ച് അറിവുള്ളതാണ്. അതുപോലെ ജാതി വ്യവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജനനമാണ് ജാതി തീരുമാനിക്കുന്നത്. ഒരു കുട്ടി രക്ഷിതാക്കളുടെ ജാതിയിലാണ് ജനിച്ചു വീഴുന്നത്. ജാതി ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നതല്ല. ഒരാൾക്ക് തന്റെ ജാതി മാറാനോ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൽ ചേരാതിരിക്കാനോ കഴിയില്ല. എങ്കിലും ജാതിയിൽ നിന്ന് വ്യക്തികളെ പുറത്താക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ജാതിയിലെ അംഗത്വം വിവാഹത്തെക്കുറിച്ച് കർശനമായ നിയമങ്ങൾ അടങ്ങിയതാണ്. ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതായത് വിവാഹം ഗണത്തിലെ അംഗങ്ങൾക്കിടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ജാതി വ്യവസ്ഥയിൽ
സ്വഗണത്തിൽപ്പെട്ടവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊരു കാര്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അനുവദിക്കുന്നത്. ജാതി വ്യവസ്ഥ ആഹാരത്തെക്കുറിച്ചും ആഹാരം പങ്കുവെക്കുന്നതിനെ കുറിച്ചുമുള്ള നിയമങ്ങൾ അടങ്ങിയതാണ്. ജാതിയിലെ അംഗങ്ങൾ ഏതു തരത്തിലുള്ള ഭക്ഷണം കഴിക്കണമെന്നും ഏതെല്ലാം കഴിക്കാൻ പാടില്ലെന്നും ഭക്ഷണം ആരെല്ലാമായി പങ്കുവെക്കാമെന്നും ഒക്കെ നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം ഒരു സ്ട്രിക്റ്റ് ആണ് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞിരുന്നത്. ഓരോ വ്യക്തിക്കും ജാതിയുണ്ട്. ജാതി വ്യവസ്ഥ സമൂഹത്തിലെ സ്ഥാനത്തിന്റെയും പദവിയുടെയും അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ ക്രമീകരണമാണ്. ഇങ്ങനെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വളരെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഏതാണ്ടൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എത്രത്തോളം ജാതിക്കകത്ത് കാര്യങ്ങള് നിർബന്ധ ബുദ്ധിയോടെ നൽകിയിട്ടുണ്ട് എന്നത്. അതുപോലെ തന്നെ ജാതിക്കകത്ത് ഉപവിഭാഗങ്ങൾ ഉണ്ടെന്നും ജാതികൾ മിക്കവാറും ഉപജാതികൾക്ക് ഉപവിഭാഗങ്ങളും ഉണ്ടെന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജാതികൾ പരമ്പരാഗതമായ തൊഴിലുകളുമായി ബന്ധിതമാണ്. അത് നമുക്കറിയാവുന്ന. ഇപ്പൊ ഒരുപാട് ഒരു ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ജാതികളും അവരുടേതായ കുലത്തൊഴിലുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ അറിയാം. ജ്യോതിറാവു ഗോവിന്ദറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ എന്ന് ഷോർട്ടായിട്ട് പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ജ്യോതിറാവു ഗോവിന്ദറാവു ഫുലെ ജാതി സമ്പ്രദായത്തെ തള്ളി പറയുകയും ശുദ്ധ അശുദ്ധ നിയമങ്ങളെ തിരസ്കരിക്കുകയും ചെയ്തു. താഴ്ത്തപ്പെട്ടവരുടെ സാമൂഹിക നീതിക്കും മനുഷ്യ അവകാശങ്ങൾക്കും വേണ്ടി നിലകൊണ്ട ഫുലെ 1873 സത്യശോധക സമാജം സ്ഥാപിച്ചു. ഇനി ജാതിയെക്കുറിച്ച് തുടരുന്ന ഭാഗം പറയുന്നത്, ഓരോ ജാതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക തൊഴിലിലേക്ക് മറ്റു ജാതികൾ അംഗങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഈ ജാതിയിലെ സവിശേഷതകളെല്ലാം തന്നെ പുരാതന വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങളാണ്. ഈ നിയമങ്ങളും ശാസനകളും പലപ്പോഴും പാലിക്കപ്പെടാറില്ലാത്തതിനാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന എത്രത്തോളം ജാതിയുടെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടിരുന്നു എന്ന് പറയാനും കഴിയില്ല. ജാതി അനുശാസനങ്ങളിൽ ഭൂരിഭാഗവും പലതരത്തിലുള്ള വിലക്കുകളോ നിയന്ത്രണങ്ങളോ ആയിരുന്നു. ജാതി ഒരു അസമമായ സ്ഥാപനമായിരുന്നുവെന്ന് ചരിത്ര തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. ഇത്തരം ജാതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അതെല്ലാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഓരോ ജാതിയും മറ്റൊരു ജാതിയിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് കരുതപ്പെട്ടിരുന്നത്. അതിനാൽ മറ്റു ജാതിയിൽ നിന്ന് അവ കർശനമായി അകന്നു നിൽക്കുമെന്ന് സങ്കല്പിക്കപ്പെട്ടു. വിവാഹം, ഭക്ഷണം പങ്കിടൽ, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിയന്ത്രണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജാതിയിലും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം പങ്കിടൽ, തൊഴിൽ എന്നിവയിലെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാതികൾ തമ്മിലുള്ള ഇടപഴകൽ തടയുന്ന ലക്ഷ്യത്തോടെയാണ് ജാതിയുടെ മിക്ക പ്രാമാണിക നിയമങ്ങളും രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. അതേസമയം വ്യത്യസ്തവും വേർപെട്ടതുമായ ജാതികൾക്ക് ഒറ്റപ്പെട്ട നിലനിൽപ്പില്ല. എല്ലാ ജാതികളും ഉൾപ്പെട്ട മൊത്തം സമൂഹത്തിന്റെ ഒരു ഭാഗമായി മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. കൂടാതെ മൊത്തത്തിലുള്ള സമൂഹം അഥവാ വ്യവസ്ഥ സമത്വാധിഷ്ഠിതമല്ല, ശ്രേണീക്രമമാണ്. മുകളിൽ നിന്ന് താഴേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണി. ഓരോ ജാതിക്കും അവരുടെ സാമൂഹിക പദവിക്ക് പ്രത്യേക സ്ഥാനം. അതായത് എല്ലാ ജാതികൾക്കും ഒരേ നിലവാരം അല്ലെങ്കിൽ ഒരേ സ്റ്റാറ്റസ് ആയിരുന്നില്ല സമൂഹത്തില്. ഒരു ശ്രേണീക്രമത്തിലായിരുന്നു. ഏറ്റവും മുകളിൽ ഉന്നത ജാതി, പിന്നെ താഴോട്ട് ജാതി. അവരുടെ സ്റ്റാറ്റസ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ക്രമപ്പെടുത്തിയത്. അതാണ് ശ്രേണിക്രമം എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ സാമൂഹിക പദവി ഓരോരുത്തർക്കും വ്യത്യസ്ത സാമൂഹിക പദവിയായിരുന്നു നൽകിയിരുന്നത്. ജാതി ശ്രേണിയിലെ ഈ ക്രമീകരണത്തിന്റെ അടിസ്ഥാനം ശുദ്ധം അശുദ്ധം എന്ന വേർതിരിവാണ്. അതായത് ഏറ്റവും ഉന്നത ജാതിയെ, അതായത് മുകളിൽ നിൽക്കുന്ന ജാതിയെ ശുദ്ധമാണെന്നും പിന്നീട് താഴോട്ട് വരും തോറും ഏറ്റവും താഴെ നിൽക്കുന്ന അശുദ്ധമായ ജാതി എന്ന രീതിയിലൊക്കെ അന്നത്തെ വേർതിരിവ് ഉണ്ടായിരുന്നത്. വിശുദ്ധിയോടടുത്ത് നിൽക്കുന്ന ശുദ്ധവും അകന്നു നിൽക്കുന്നത് എതിരായത് അശുദ്ധവും എന്ന രീതി. ആചാരപരമായി ശുദ്ധമെന്ന് കണക്കാക്കപ്പെടുന്ന ജാതികൾക്ക് ഉന്നത സ്ഥാനവും അശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ജാതികൾ താഴ്ന്ന സ്ഥാനവുമാണ് നൽകിയത്. ഈ രീതിയിൽ അതേപോലെ എല്ലാ സമൂഹങ്ങളിലും ഭൗതികമായ അധികാരം, സാമ്പത്തിക, സൈനിക അധികാരം,
സാമൂഹിക പദവുമായി ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ട് ഉയർന്ന സാമൂഹിക പദവിയിലുള്ളവർക്ക് മാത്രമേ ഇത്തരം അധികാരം കൈവരികയുള്ളൂ. അതായത് ഉന്നത ജാതിക്കാർക്ക് മാത്രമേ സൈനിക അധികാരം പോലുള്ള സാമൂഹിക അധികാരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെ. യുദ്ധത്തിൽ പരാജിതരായവർക്ക് പലപ്പോഴും താഴ്ന്ന ജാതി പദവി നൽകിയിരുന്നു എന്ന് ചരിത്രകാർ വിശ്വസിക്കുന്നു. അപ്പോൾ യുദ്ധത്തിലൊക്കെ പരാജിതരാകുമ്പോൾ അവരെ താഴ്ന്ന ജാതിയായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുല്യതയില്ല എന്ന് മാത്രമല്ല, പരസ്പരം പൂരകങ്ങളായിരിക്കുന്നു, പരസ്പരം മത്സരിക്കുന്ന വിഭാഗങ്ങളാകാൻ പാടില്ലെന്നും കരുതപ്പെടുന്നു. മറ്റൊരർത്ഥത്തിൽ ജാതി വ്യവസ്ഥയിൽ ഓരോ ജാതിക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അത് മറ്റൊരു ജാതിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ജാതി തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക സ്ഥാപനമായതുകൊണ്ട് സാമൂഹികമായ തൊഴിൽ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. തത്വത്തിൽ ജാതിയിൽ ചലനാത്മകത അനുവദനീയമല്ല. അതുപോലെ തന്നെ മറ്റൊരു നവോത്ഥാന നായികയാണ് സാവിത്രിബായി ഫുലെ. 1831 മുതൽ 1897 വരെയാണ് അവരുടെ ജീവിത കാലഘട്ടം. പൂനെയിലാണ് രാജ്യത്ത് പെൺകുട്ടികൾക്കായി സ്ഥാപിച്ച ആദ്യത്തെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക ഇവരായിരുന്നു. പൂനെയില് രാജ്യത്ത് പെൺകുട്ടികൾക്കായി സ്ഥാപിച്ച ആദ്യ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക ആരായിരുന്നു? ഇവരായിരുന്നു സാവിത്രിബായ് ഫുലെ. സാവിത്രിബായ് ഫുലെ ആയിരുന്നു പൂനെയില് പെൺകുട്ടികൾക്കായിട്ട് സ്ഥാപിച്ച ആദ്യ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക. ശൂദ്രരുടെയും ശൂദ്രരുടെയും വിദ്യാഭ്യാസത്തിനായി ജീവിതം സമർപ്പിച്ചു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി ഒരു നിശാ പാഠശാല അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ പകൽ സമയം തൊഴിലായിരിക്കുമല്ലോ, അവർ കൃഷിയിലും തൊഴിലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു നിശാ പാഠശാല ഇവർ സ്ഥാപിച്ചിരുന്നു. അതുപോലെ പ്ലേഗ് പ്ലേഗ് ബാധിച്ചവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് അവര് മരണപ്പെട്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഇനി പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് കൊളോണിയൽ വാഴ്ചയും ജാതിയുമാണ്. പുരാതന കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ സമീപ കാലഘട്ടത്തിലെ ആ ജാതിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നുണ്ട്. ആധുനിക ചരിത്രകാരന്റെ ആരംഭം 19ാം നൂറ്റാണ്ടിലാണ്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യം വരെ കൊളോണിയൽ കാലഘട്ടമായിരുന്നു. ഏകദേശം 150 വർഷം, അതായത് 1800 മുതൽ 1947 വരെ കൊളോണിയൽ കാലഘട്ടമായിരുന്നു അല്ലെ. 1800 മുതൽ 1947 വരെ നമുക്ക് കൊളോണിയൽ കാലഘട്ടമാണെന്ന് പറയാം. ഇതില് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത് 1800 മുതൽ 1947 വരെയാണ് അല്ലെ വരുന്നത്. 1800 മുതൽ 1947 വരെ നമുക്ക് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയാം. അതുപോലെ അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടമായതുകൊണ്ട്. എന്നാൽ കോളനിയനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള 1947 മുതൽ നമ്മൾ ജസ്റ്റ് ഇന്ന് വരെയുള്ള ഈ 7 പതിറ്റാണ്ടിനെയാണ് കോളനിയനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കാലഘട്ടമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതില് എങ്ങനെയായാലും ഒരു സാമൂഹിക സ്ഥാപനം എന്ന രീതിയിൽ ജാതി രൂപപ്പെടുത്തുമ്പോൾ എത്രത്തോളം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാകുമ്പോൾ അതിൽ ഒരുപാട് പുരോഗമന ചിന്താഗതികളൊക്കെ കടന്നു കൂടിയിട്ട് അതിൽ വ്യത്യസ്തമായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം
കൊളോണിയലിസത്തിന് ശേഷം ഇപ്പോൾ സ്വാതന്ത്ര്യ കാലഘട്ടം പറഞ്ഞു, അത് ജാതിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിനുശേഷം പാഠപുസ്തകത്തിൽ പറയുന്നത് ജാതിയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വന്നിട്ടുള്ള വിവിധ ടൂളുകളെ കുറിച്ച്, അതായത് നമുക്ക് ജാതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുന്നത് അന്ന് സെൻസസ് വഴിയാണ്. ഔദ്യോഗികമായ ഒരു ശ്രമം എന്ന് പറയുന്നത് സെൻസസ് ആണ്. അപ്പോൾ 1860 സെൻസസ് ആരംഭിച്ചത്. 1881 മുതൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ബ്രിട്ടീഷ് സർക്കാർ കൃത്യമായ സെൻസസ് നടത്തണം. അങ്ങനെ 1860 ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്നാണ് ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചിരുന്നത്. 1860. അപ്പോൾ 1881 മുതൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് സെൻസസ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1901 ഹെർബർട്ട് റിസ്ലിയുടെ നേതൃത്വത്തിലാണ് സെൻസസ് ജാതിയുടെ സാമൂഹിക ശ്രേണി അടിസ്ഥാനമാക്കി വിവരം ശേഖരിക്കാൻ ശ്രമിച്ചത്. ആരാണ്? ഹെർബർട്ട് റിസ്ലി. 1901 ഹെർബർട്ട് റിസ്ലി സെൻസസ് എടുത്തു. ഇതിലൂടെ ഓരോ പ്രദേശത്തെ സാമൂഹിക ശ്രേണി ഓരോ ജാതിക്കും നൽകപ്പെട്ട പദവിയും മുൻഗണനാക്രമവും ഒക്കെ കണ്ടെത്താൻ അന്നത്തെ സർവേയിലൂടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പരിശ്രമം ജാതിയെക്കുറിച്ചുള്ള സാമൂഹിക വീക്ഷണത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. വിവിധ ജാതികളുടെ പ്രതിനിധികൾ അവരുടെ ജാതികൾക്ക് സാമൂഹ്യ ശ്രേണിയിൽ ഉയർന്ന സ്ഥാനം ആവശ്യപ്പെട്ട് നൂറുകണക്കിന് നിവേദനങ്ങളൊക്കെ നൽകി. തങ്ങളുടെ അവകാശവാദം തെളിയിക്കുന്നതിന് ചരിത്രവും വിശുദ്ധ ഗ്രന്ഥ തെളിവും സഹിതം സെൻസസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. ജാതികളുടെ എണ്ണം തിട്ടപ്പെടുത്താനും പദവി ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്താനുമുള്ള ഈ പ്രത്യക്ഷ ശ്രമം ജാതി എന്ന സ്ഥാപനത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ രീതിയിലുള്ള ഇടപെടലുകൾക്ക് മുമ്പ് ജാതീയമായ സ്വത്വങ്ങൾ അത്ര കർക്കശമായിരുന്നില്ല. ഒരിക്കൽ അവയെ പരിഗണിക്കുകയും പദവികൾ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജാതിക്ക് ഒരു പുത്തൻ ജീവിതം കൈവരാൻ തുടങ്ങി. ജാതി എന്ന സ്ഥാപനത്തിൽ സ്വാധീനമുണ്ടാക്കിയ മറ്റ് ഇടപെടലുകൾ കൊളോണിയൽ ഭരണകൂടം നടത്തി. ഭൂനികുതി വ്യവസ്ഥകൾ ഉന്നതമായി ഗണിക്കപ്പെട്ട ജാതികൾക്ക് പരമ്പരാഗത ജാതി അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകി. ഭൂനികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നപ്പോൾ അത് ഉന്നതരായി ഗണിക്കപ്പെട്ട ജാതികളുടെ പരമ്പരാഗത ജാതി അടിസ്ഥാനത്തിലുള്ള അവകാശങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരം നൽകി കൊടുത്തു. ഇതോടെ ഈ ഉന്നത ജാതികൾ ഭൂ ഉടമകളുമായി മാറി. അപ്പോൾ ഉന്നത ജാതികൾക്ക് ഭൂമി ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഭൂനികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നതായിരുന്നു. ഇതോടെ ഈ ഉന്നത ജാതികൾ ഭൂ ഉടമകളായി തീരുകയും ചെയ്തു. മുമ്പ് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ഒന്നുമില്ലാത്ത ഫ്യൂഡൽ വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂനികുതി പിരിക്കാനും വിവിധ ഇനം കപ്പങ്ങൾ ഈടാക്കാനുമുള്ള അവകാശം കൂടി അവർക്ക് ലഭിക്കും. അങ്ങനെയാണ് ഭൂനികുതിയൊക്കെ പിരിക്കാൻ തുടങ്ങിയത്. പഞ്ചാബിലെ ജലസേചന പദ്ധതികൾ പോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടപ്പോഴും അതോടൊപ്പം ജനങ്ങളെ മാറ്റി തന്നെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ അധസ്ഥിത വർഗങ്ങൾ എന്ന് അക്കാലത്ത് വിളിക്കപ്പെട്ടിരുന്ന കീഴ്ജാതിക്കാരാക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും ഗവൺമെന്റ് താല്പര്യപ്പെടുത്തും. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയാം അല്ലെ, അത് പാസ്സാക്കുകയും തയ്യാറാക്കിയ ജാതികളുടെ പട്ടികയ്ക്ക് നിയമപരമായ അംഗീകാരം നൽകുകയും പട്ടികയിൽപ്പെട്ട ജാതികൾക്കും ഗോത്രങ്ങൾക്കും സവിശേഷ പരിഗണന നൽകുകയൊക്കെ ചെയ്തു. ഒരുപാട് ജാതികൾ ഇങ്ങനെ സമർപ്പിച്ചെങ്കിലും അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 തയ്യാറാക്കപ്പെട്ട പട്ടികയിലെ ജാതികൾക്കെല്ലാം നിയമമായ അംഗീകാരം നൽകുകയും അവർക്ക് സവിശേഷ ഗോത്ര ഓരോരോ ഗോത്രങ്ങൾക്കും പരിഗണനയൊക്കെ നൽകി. അങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ജാതി ശ്രേണിയുടെ അടിത്തട്ടിലുള്ള കടുത്ത വിവേചനം അനുഭവിച്ച എല്ലാ ജാതികളെയും പട്ടികജാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിവേചനം അനുഭവിച്ചിരുന്ന എല്ലാ ജാതികളെയും
ഏതും ജാതിശ്രേണിയുടെ അടിത്തട്ടിലുള്ള എല്ലാ ജാതികളെയും പട്ടികജാതിയിൽ ഉൾപ്പെടുത്തി. തൊട്ടുകൂടായ്മയിൽ നിന്നും ഇതിനെതിരെയുള്ള പോരാട്ടങ്ങളൊന്നും നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. അതായത് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. മുമ്പ് കേട്ടിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹം യുക്തിവാദിയും ദക്ഷിണേന്ത്യയിലെ കീഴ്ജാതി പ്രസ്ഥാന നേതാവുമായിരുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും സ്വാതന്ത്ര്യവും സമത്വവും ഓരോ വ്യക്തിയുടെയും ജന്മാവകാശമാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി വ്യവസ്ഥ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചവരുടെയൊക്കെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുസ്തകത്തില്. ഈ രീതിയിൽ ജാതി എന്ന സ്ഥാപനം കൊളോണിയലിസം വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഇക്കാലത്ത് മുതലാളിത്തത്തിന്റെയും ആധുനികതയുടെയും വ്യാപനം മൂലം ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഭൂതകാല ജാതി വ്യവസ്ഥയായിരുന്നു. അതിനുശേഷം അതായത് ജാതി വർത്തമാന കാലത്തിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യം കൊളോണിയൽ ഭൂതകാലത്തിൽ നിന്നുള്ള ഭാഗികമായ മോചനം മാത്രമായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തുന്നതിൽ ജാതീയ പരിഗണനകൾ ഒഴിച്ചുകൂടാനാവാത്ത പങ്കുവഹിച്ചിരുന്നു. അധസ്ഥിത വർഗങ്ങളെ പ്രത്യേകിച്ച് അയിത്ത ജാതിക്കാരെ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പ് 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൽ ജനങ്ങളെയൊക്കെ നമ്മൾ അണിനിരത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ അതായത് എന്ത് നടന്നിട്ടുണ്ട്? 19-ാം നൂറ്റാണ്ട് ഉത്തരാർദ്ധത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് മുമ്പ് തന്നെ ഈ അധസ്ഥിത വർഗങ്ങളിലെ പ്രത്യേകിച്ച് അയിത്ത ജാതിക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. ജാതി ശ്രേണിയുടെ രണ്ടറ്റത്തുള്ളവർ ഈ തുടക്കത്തിന് ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. അതിലെ പശ്ചിമേന്ത്യയിൽ ജ്യോതിറാവു ഫുലെയാണ്. കണ്ടോ, ബാബാ സാഹിബ് അംബേദ്കറും. പശ്ചിമേന്ത്യയിൽ നിന്ന് വന്നത് ജ്യോതിറാവു ഫുലെ, ബാബാ സാഹിബ് അംബേദ്കർ. ദക്ഷിണേന്ത്യയിൽ നിന്ന് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നയിച്ചത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ദേശീയ പ്രസ്ഥാനത്തിലോട്ട് ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പ് തന്നെ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് വെച്ച് തന്നെ എന്ത് നടന്നിട്ടുണ്ട്? ഇങ്ങനെ അധസ്ഥിത വിഭാഗക്കാരെ, പ്രത്യേകിച്ച് അയിത്ത ജാതിക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതില് മുൻപന്തിയിൽ നിന്നത് പശ്ചിമേന്ത്യയിൽ നിന്ന് ജ്യോതിറാവു ഫുലെ, പിന്നെ അംബേദ്കർ. ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് അയ്യങ്കാളിയും ഗുരുവുമാണ്, ശ്രീനാരായണ ഗുരുവുമാണ്. അപ്പോ ഇയോധി ദാസും പെരിയാർ എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കർ, മഹാത്മാഗാന്ധി, അംബേദ്കർ തൊട്ടുകൂടായ്മക്കെതിരെ പോരാട്ടങ്ങൾ 1920-കൾ മുതൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടുകൂടായ്മക്കെതിരെയുള്ള പരിപാടികൾ കോൺഗ്രസ് അജണ്ടയിലെ ഒരു പ്രധാന ഭാഗമായി തീർന്നത് കൊണ്ട് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ പടിവാതിൽക്കലെത്തിയ സമയത്ത് ജാതീയമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഒരു ധാരണ ദേശീയ പ്രസ്ഥാന നേതാക്കൾ എടുത്തിരുന്നു. ജാതിയെ ഒരു സാമൂഹിക തിന്മയായും ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനുള്ള കൊളോണിയൽ തന്ത്രമായും ദേശീയ പ്രസ്ഥാനത്തെ പ്രബലർ വിലയിരുത്തി. അപ്പോൾ ഈ സമയത്ത് അതായത് സ്വാതന്ത്ര്യം നമുക്ക് ഏകദേശം കിട്ടുമെന്ന് ഉറപ്പായ സമയത്ത് വിദേശികൾ എന്ത് ചെയ്തിരുന്നു? നമ്മുടെ ഇടയിൽ ബ്രിട്ടീഷുകാരെ ജാതിപരമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ജാതിയെ ഒരു സാമൂഹിക തിന്മയായിട്ടൊക്കെ കണ്ടപ്പോൾ അത് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കൊളോണിയൽ തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദേശീയ പ്രസ്ഥാനത്തിലെ പ്രബലർ വിലയിരുത്തി. അങ്ങനെയാണ് അവര് ജാതി ഈ രീതിയിൽ അധസ്ഥിതമായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരൊക്കെ സംഘടിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. സാമൂഹിക തിന്മയായും ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനുള്ള കൊളോണിയൽ തന്ത്രമായിട്ടും പ്രബലർ വിലയിരുത്തി. മഹാത്മാഗാന്ധിയെ പോലുള്ള ദേശീയ നേതാക്കൾ കീഴ്ജാതികളാക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. തൊട്ടുകൂടായ്മയും മറ്റു ജാതി നിയന്ത്രണങ്ങളും അവസാനിപ്പിക്കുന്നതിന് വാദിക്കുകയും അതേസമയം ഭൂവുടമകളായ ഉന്നത വിഭാഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നും ഉറപ്പു നൽകി. അപ്പോൾ കീഴ്ജാതിക്കാർക്ക് വേണ്ടി മാത്രമല്ല ഉന്നത ജാതിക്കാരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അന്നേരം കീഴ്ജാതിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ
എന്താണ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയും അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഭരണകൂടം ഈ വൈരുദ്ധ്യങ്ങളെ പാരമ്പര്യസിദ്ധമായി എടുക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഈ കാര്യങ്ങളെല്ലാം എന്തായി സമൂഹത്തിൽ കാണാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ജാതി ഇല്ലാതാക്കുന്നതിൽ രാഷ്ട്രം പ്രതിജ്ഞാബദ്ധമാവുകയും ഭരണഘടനയിൽ വ്യക്തമായി എഴുതി വയ്ക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്കറിയാം ഭരണഘടനയിലെ ഓരോ കാര്യങ്ങള് അവകാശങ്ങളൊക്കെ എഴുതി വെച്ചത് അന്നത്തെ ഇത്തരം സംഘടിപ്പിക്കലിന്റെയൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിട്ടായിരുന്നു. മറ്റൊരു തരത്തില് ജാതീയ അസമത്വത്തിന്റെ അടിത്തറ തകർക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവോ സമ്മതമോ രാഷ്ട്രത്തിന് ഉണ്ടായിരുന്നില്ല. കൂടാതെ ജാതിക്കെതിരെ അന്ധമായി പ്രവർത്തിച്ചാൽ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ആനുകൂല്യങ്ങൾ ക്രമേണ ജാതി എന്ന സ്ഥാപനം നശിക്കുമെന്ന് രാഷ്ട്രം ഭയപ്പെട്ടു. ഉദാഹരണത്തിന് സർക്കാർ ജോലികളിലേക്കുള്ള നിയമനങ്ങൾ ജാതി പരിഗണിച്ചില്ലെങ്കിൽ വിദ്യാസമ്പന്ന ഉന്നതരെന്ന് പറയപ്പെടുന്ന ജാതിക്കാരും വിദ്യാരഹിതരോ നിരക്ഷരോ ആയ കീഴ്ജാതികളാക്കപ്പെട്ടവരും തുല്യ വ്യവസ്ഥകളിന്മേൽ മത്സരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇതിനുള്ള ഏക അപവാദം പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള സംവരണമായിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള പതിറ്റാണ്ടുകളിലും സാമ്പത്തിക വിദ്യാഭ്യാസപരമായ മേഖലയിൽ ഉന്നതരെന്ന് പറയപ്പെടുന്ന ജാതിക്കാരും കീഴ്ജാതികളാക്കപ്പെട്ടവരും തമ്മിലുള്ള അസമത്വം കൈകാര്യം ചെയ്യാനുള്ള പരിശ്രമങ്ങളൊന്നും രാഷ്ട്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അപ്പോൾ ജാതി എന്നതിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തില് ജാതി എന്ന സ്ഥാപനം നശിക്കുമെന്നും ജാതിക്കെതിരെ അന്ധമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും കരുതി. അങ്ങനെ എന്നാൽ സർക്കാർ ജോലികളിൽ നിയമങ്ങളിൽ ജാതി പരിഗണിക്കുകയും ചെയ്യണം. കാരണം എന്താ വെച്ചാല് ജാതിയില് കീഴ്ജാതിയായി പോയിട്ടുള്ളവർ അവർക്ക് വിദ്യാഭ്യാസവും നിരക്ഷരവും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരിക്കലും ഉന്നത ജാതിയിലുള്ള വിദ്യാസമ്പന്നരുമായിട്ട് ഒരേ രീതിയിൽ മത്സരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ജാതി വിഭജനം അവിടെ നിലനിർത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള കീഴ്ജാതികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നൽകി. രാഷ്ട്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളും സ്വകാര്യ വ്യവസായങ്ങളുടെ വളർച്ചയും പരോക്ഷമായ സാമ്പത്തിക മാറ്റത്തെ ത്വരിതപ്പെടുത്തി. നമുക്കറിയാവുന്നതാണ് സ്വകാര്യവൽക്കരണം. അതേപോലെ രാഷ്ട്രത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു തുടങ്ങി അല്ലെ. ആധുനിക വ്യവസായങ്ങൾ ജാതിപരമായ നിയമങ്ങൾ ബാധകമല്ലാത്ത രീതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. നഗരവൽക്കരണവും വിവിധ ജാതികൾപ്പെട്ടവർ ഇടപഴകി ജീവിക്കുകയും ജാതീയമായ ആചാരങ്ങളനുസരിച്ച് ജീവിതം അസാധ്യമായി. മറ്റൊരു തരത്തിൽ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ഉദര ആശയങ്ങളായ യുക്തിവാദം, അർഹത എന്നിവയിൽ ആകർഷകടുത്ത ജാതീയാചാരങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ പൂർവസ്ഥിതി വേണ്ടൊക്കെ ജാതിയും പരിശ്രമം നടത്തി. അതായത് ഇങ്ങനെ വികസന പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങിയ സമയത്ത് ചിലരൊക്കെ അവരുടെ ആചാരങ്ങളൊക്കെ ഒഴിവാക്കാനും അതേപോലെ യുക്തിവാദം, വ്യക്തിവാദം അങ്ങനെയൊക്കെ ജാതിയെ സംബന്ധിക്കാത്ത രീതിയിലുള്ള നിലയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പൂർവസ്ഥിതി വേണ്ടിക്കാൻ ജാതിയും പരിശ്രമം നടത്തി. ഉദാഹരണത്തിന് വ്യവസായശാല തൊഴിലാളികൾ നിയമത്തിന്റെ ഇടനിൽക്കാൻ സ്വന്തം ഓഫീസുകളും പ്രത്യേക ജാതിപ്പെട്ട മേധാവിത്വം സ്ഥാപിക്കാനിടയായി. നഗരങ്ങളിൽ തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന ഉപഗ്രഹപേക്ഷ കാഠിന്യം കുറവായിരുന്നു. അതെ, ഗ്രാമങ്ങളിലേക്കാളൊക്കെ തൊട്ടുകൂടായ്മയിലൊക്കെ കുറച്ച് കുറവ് വന്നത് നഗരങ്ങളിലായിരുന്നു. ഇങ്ങനെ ജാതിയെക്കുറിച്ചും പിന്നീട് ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായ വികസനം, ജാതിയുടെ ഇതിലുള്ള വ്യത്യസ്തമായ മാറ്റങ്ങളല്ലേ ആണ് പിന്നീട് കാണിക്കുന്നത്. അതുപോലെ സ്വഗണ വിവാഹത്തെയും അതുപോലെ ജാതികത്വം തന്നെയുള്ള സമുദായത്തെ ബാധിച്ചിട്ടില്ലായിരുന്നു. ഈ ആധുനികവൽക്കരണം മിശ്ര വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മിക്ക വിവാഹങ്ങൾ ഇപ്പോഴും ജാതിയുടെ അതിരുകൾക്കെതിരെ തന്നെയാണ് നടക്കുന്നത്. ഒരേ സാമ്പത്തിക പദവിയിലുള്ള ജാതി വിഭാഗങ്ങൾ തമ്മിൽ വിവാഹ ബന്ധങ്ങൾ, ഉദാഹരണത്തിന് ഉന്നതരെന്ന് പറയുന്ന ജാതിക്കാർ തമ്മിലുള്ള മിശ്ര വിവാഹങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ടെങ്കിലും പിന്നോക്ക ജാതികളുടെ പട്ടികജാതികളുടെ ഒരു വിവാഹം ഇപ്പോഴും അപൂർവമാണ്.
ആഹാരം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ജാതികൾ വലിയ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു. ഒരു പക്ഷേ ഏറ്റവും ബഹുലവും പ്രധാനവുമായ മാറ്റം സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ മണ്ഡലത്തിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ തുടക്കം മുതൽക്കു തന്നെ ജനാധിപത്യ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയത് ജാതിയാണ്. ഇതോടെ ജാതി രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാതി നിർണയ ശക്തിയായി മാറുകയും ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജനാധിപത്യ രാഷ്ട്രീയമാണല്ലോ നിലനിന്നത്. അപ്പോൾ അത് രൂപപ്പെടുത്തിയത് ജാതിയാണ്. ഇതോടെ ജാതി രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജാതി നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. വ്യത്യസ്ത ജാതികളോ മതങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടതാണല്ലോ നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രീയമായി മാറിയത് അല്ലെ. മാത്രമല്ല എല്ലാവരും തമ്മിൽ നല്ല ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ടു. 1980-കളിൽ മുതൽ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പാർട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യകാല പൊതു തിരഞ്ഞെടുപ്പിൽ ജാതി ഐക്യങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ ഒരേ തരത്തിലുള്ള ജാതി സമൂഹത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ സാഹചര്യം കൂടുതൽ സങ്കീർണമായി. മാറ്റത്തിന്റെ പ്രക്രിയ മനസ്സിലാക്കുന്ന സമൂഹശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരും ധാരാളം പുതിയ സങ്കല്പങ്ങൾ നിർമ്മിക്കും. എം ശ്രീനിവാസ് അവതരിപ്പിച്ച സംസ്കൃതവൽക്കരണം, പ്രബല ജാതി എന്നീ സങ്കല്പങ്ങൾ വ്യാപകമായി ചർച്ചയിലും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാഗത്തും ചോദിക്കാവുന്ന ശ്രീനിവാസ് അവതരിപ്പിച്ചിട്ടുള്ള സംസ്കൃതവൽക്കരണം, പ്രബല ജാതി. ഒരു ജാതിയിലെ സാധാരണയായി ഇടത്തരം അല്ലെങ്കിൽ കീഴ്ജാതികളാക്കപ്പെട്ടവർ അംഗങ്ങൾ അവരുടെ സാമൂഹിക പദവി ഉയർത്തുന്നതിനായി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമൂഹിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. വളരെ പഴക്കമുള്ള ഈ പ്രതിഭാസം കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യ നിലനിന്നിരുന്ന സമയത്ത് ശക്തി ആർജിച്ചത്. അപ്പോൾ എന്താണ് സംസ്കൃതവൽക്കരണം? ഒരു ജാതിയിലെ സാധാരണ ഇടത്തരം അല്ലെങ്കിൽ കീഴ്ജാതികളാക്കപ്പെട്ടവർ അംഗങ്ങൾ അവരുടെ സാമൂഹിക പദവി ഉയർത്തുന്നതിനായി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സ്വീകരിക്കുക. ഉന്നത ജാതിയുടെ ആചാരങ്ങളും ജീവിത രീതികളൊക്കെ കീഴ്ജാതിക്കാർ സ്വീകരിക്കുന്നതിനാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. വളരെ പഴക്കമുള്ള ഈ പ്രതിഭാസം കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യ നിലനിന്നിരുന്ന സമീപകാലത്താണ് ശക്തിയാർജിച്ചത്. ഈ പ്രക്രിയയിൽ ബ്രാഹ്മണ ക്ഷത്രിയ ജാതികളുടെ മാതൃകയാണ് മിക്കവാറും അനുകരിക്കപ്പെടുന്നത്. സസ്യാഹാരം, പൂണൂൽധാരണം, പ്രത്യേകമായ പ്രാർത്ഥന, മതപരമായ ചടങ്ങുകൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം അനുകരിക്കപ്പെട്ടു. സംസ്കൃതവൽക്കരണത്തിന്റെ ഫലമായി പ്രക്രിയക്ക് ലഭിച്ച ജാതികളുടെ സാമ്പത്തിക പദവിയിൽ ഉയർച്ചയുണ്ടായി. പിന്നീട് നടന്ന ഗവേഷണങ്ങൾ ഈ സങ്കല്പത്തിൽ ധാരാളം ഭേദഗതികളിലേക്കും പരിഷ്കരണങ്ങളിലേക്കും നയിച്ചു. ഈ ജാതികൾപ്പെട്ടവർ മുമ്പ് പല ആചാരങ്ങൾ സമയം അനുകൂലം. ഉദാഹരണം, പൂണൂൽധാരണം. കീഴ്ജാതിപ്പെട്ടവർ പൂണൂൽ ധരിച്ചാൽ കടുത്ത ശിക്ഷ നൽകിയിരുന്നു. അതൊന്നും ആലോചിച്ചില്ല. ഇങ്ങനെ തങ്ങൾക്ക് വിലക്കപ്പെട്ട കാര്യങ്ങൾ അവകാശമുണ്ടായെന്ന് അവകാശപ്പെടുകയാണ് അവർ ചെയ്തത്, അല്ലാതെ അനുകരിക്കുകയല്ല എന്ന വാദവുമുണ്ട്. സ്വാതന്ത്ര്യാനന്തരം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണങ്ങളിലൂടെ ഉടമസ്ഥതം ലഭിച്ച വലിയ ജനസംഖ്യയിലുള്ള ജാതികളെയാണ് പ്രബല ജാതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അന്നേരം ഇതില് എം ശ്രീനിവാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മൈസൂർ നരസിംഹാചാർ ശ്രീനിവാസ് ഇന്ത്യയിലെ പ്രമുഖ സമൂഹ ശാസ്ത്രജ്ഞനും സാമൂഹിക നരവംശാസ്ത്രജ്ഞനുമാണ്. ജാതിവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളായ സംസ്കൃതവൽക്കരണം, പ്രബല ജാതി എന്നീ സംഖ്യകളിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അദ്ദേഹത്തിന്റെ റിമംബേർഡ് വില്ലേജ് എന്ന ഗ്രാമപഠനം സാമൂഹിക നരവംശാസ്ത്രത്തിലെ മികച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നത് ഭൂ ഉടമസ്ഥാവകാശം ലഭിച്ച വലിയ ജനസംഖ്യയുള്ള ജാതിയാണ് നമ്മൾ പ്രബല ജാതി എന്ന് വിളിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉന്നതരെന്ന് വിളിക്കപ്പെട്ട ജാതിക്കാരായ വൻകിട ജന്മികളുടെ ഭൂവുടമസ്ഥാവകാശം എടുത്തു കളഞ്ഞ് പാട്ടം അവകാശപ്പെടുക എന്നതൊക്കെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ യാതൊരു പങ്കുമില്ലാത്ത ഇവർ സ്ഥലത്തില്ലാത്ത ഭൂവുടമകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവർ ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നില്ല, നഗരങ്ങൾ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നു. ഭൂവുടമകളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമിയുടെ ഉടമസ്ഥത ലഭിച്ച അടിത്തട്ടിൽ അവകാശി കർഷകരായിരുന്നില്ല.
കൃഷിയിൽ നടത്തിപ്പുകാരായിരുന്നു. ഈ ഇടത്തരം ജാതികൾ ഭൂമിയിൽ പണിയെടുക്കുന്നതിന് പലപ്പോഴും കൈത്ത ജാതികൾ ഉൾപ്പെടുന്നവരെയാണ് ആശ്രയിച്ചിരുന്നത്. ഭൂവുടമസ്ഥാവകാശം ലഭിച്ചതോടെ അവർ ഗണ്യമായ സാമ്പത്തിക അധികാരം കൈവന്നു. സാർവത്രിക പ്രായപൂർത്തിയുടെ അവകാശം അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഖ്യാബലം കൊണ്ട് അവർ രാഷ്ട്രീയ അധികാരം നേടിയെടുത്തു. അങ്ങനെ ഈ ഇടത്തരം ജാതികൾ പ്രബല ജാതിയായി മാറുകയും ഗ്രാമപ്രദേശങ്ങളിൽ മേധാവിത്വം പങ്കുവയ്ക്കുകയും ചെയ്തു. ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവ, കർണാടകത്തിലെ വക്കാലിംഗ, ആന്ധ്രയിലെ റെഡ്ഡിമാരും കമ്മന്മാരും, മഹാരാഷ്ട്രയിലെ മറാഠികൾ, പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ജാട്ടുകൾ, ഗുജറാത്തിലെ പട്ടിധർമ്മർ എന്നിവർ ഇത്തരത്തിലുള്ള പ്രബല ജാതിയാണ്. അതായത് അവർ കർഷകരായിരുന്നില്ല, എന്നാൽ അവര് കീഴ്ജാതിക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി നടത്തി. അങ്ങനെ അവർ സാമ്പത്തികമായി മെച്ചപ്പെടുകയും പ്രബല ജാതിയായിട്ട് മാറുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.